റഷ്യയിൽ നിന്നുള്ള ക്രൂഡ് ഓയിൽ ഇറക്കുമതി വർദ്ധിപ്പിച്ച ഇന്ത്യ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ 50% താരിഫ് ഭീഷണികൾക്ക് മറുപടി നൽകുന്നു. റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ്, നയറ എനർജിയുമാണ് റഷ്യൻ എണ്ണയുടെ പ്രധാന ഇറക്കുമതിക്കാർ. ഈ നീക്കം ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര ബന്ധത്തിൽ കൂടുതൽ വിള്ളലുകൾ സൃഷ്ടിക്കാൻ സാധ്യതയുണ്ടെന്നാണ് അന്താരാഷ്ട്ര നിരീക്ഷകർ വിലയിരുത്തുന്നത്. സെപ്റ്റംബറിൽ റഷ്യൻ ക്രൂഡ് ഓയിൽ ഇറക്കുമതി 10 തൊട്ട് 20% വർദ്ധിപ്പിക്കാൻ ഇന്ത്യ ലക്ഷ്യമിടുന്നതായി റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നു. വർദ്ധിച്ച ഇറക്കുമതിക്ക് പിന്നാലെ കാരണങ്ങളായത് യുക്രൈന്റെ ഡ്രോൺ ആക്രമണങ്ങൾ കാരണം റഷ്യയുടെ എണ്ണ ശുദ്ധീകരണശാലയ്ക്ക് വലിയ നാശനഷ്ടങ്ങൾ സംഭവിച്ചിരുന്നു. ഇത് റഷ്യയ്ക്ക് സ്വന്തം രാജ്യത്ത് എണ്ണ പൂർണ്ണമായി സംസ്കരിക്കാൻ കഴിയാത്ത അവസ്ഥയുണ്ടാക്കി. ഈ സാഹചര്യത്തിൽ റഷ്യ കൂടുതൽ ക്രൂഡ് ഓയിൽ കുറഞ്ഞ വിലയ്ക്ക് വിൽക്കാൻ നിർബന്ധിതരായി. ഇന്ത്യ പോലുള്ള വലിയ ഉപഭോക്താക്കൾ ഇല്ലെങ്കിൽ റഷ്യയുടെ എണ്ണ വരുമാനത്തിൽ വലിയ കുറവുണ്ടാകും. ഇത് റഷ്യൻ ബജറ്റിനെയും യുക്രൈനിലെ യുദ്ധം തുടരാൻ ആവശ്യമായ സാമ്പത്തിക സ്രോതസ്സുകളെയും പ്രതികൂലമായി ബാധിക്കും. ഈ സാഹചര്യം മുതലെടുത്താണ് ഇന്ത്യ, പ്രത്യേകിച്ച് റിലയൻസ് ഗ്രൂപ്പ്, കുറഞ്ഞ വിലയിൽ റഷ്യൻ ക്രൂഡ് ഓയിൽ വാങ്ങുന്നത് വർദ്ധിപ്പിച്ചത്. ഉപരോധങ്ങളുടെയും താരിഫുകളുടെയും സ്വാധീനം 2022-ൽ യുക്രൈൻ യുദ്ധം തുടങ്ങിയപ്പോൾ US-ഉം യൂറോപ്യൻ യൂണിയനും റഷ്യക്കെതിരെ ഏർപ്പെടുത്തിയ ഉപരോധങ്ങൾക്ക് ശേഷം ഇന്ത്യ റഷ്യൻ ക്രൂഡ് ഓയിലിന്റെ ഏറ്റവും വലിയ വാങ്ങലുകാരായി മാറി. കുറഞ്ഞ വിലയ്ക്ക് എണ്ണ ലഭിക്കുന്നത് ഇന്ത്യൻ റിഫൈനറികൾക്ക് വലിയ നേട്ടമായിരുന്നു. എന്നാൽ ഈ നീക്കം ഡൊണാൾഡ് ട്രംപിന്റെ കടുത്ത വിമർശനത്തിന് കാരണമായി. ഇത് 50% താരിഫ് ഭീഷണിയായി വളർന്നു. ട്രംപിന്റെ ഈ ഭീഷണി നിലനിൽക്കുമ്പോൾ ഇന്ത്യ റഷ്യൻ എണ്ണ ഇറക്കുമതി വർദ്ധിപ്പിക്കുന്നതും രാജ്യത്തിന്റെ ഊർജ ആവശ്യങ്ങൾക്ക് മുൻഗണന നൽകിക്കൊണ്ടുള്ള ഒരു നയതന്ത്രപരമായ നീക്കമായി കാണാവുന്നതാണ്. വിപണിയിലെ പ്രതികരണങ്ങളും ഭാവി സാധ്യതകളും റഷ്യയിൽ നിന്ന് വർദ്ധിച്ച അളവിൽ എണ്ണ ഇറക്കുമതി ചെയ്യുന്നതിനെ കുറിച്ചുള്ള റിപ്പോർട്ടുകളോടെ റിലയൻസ് ഇൻഡസ്ട്രീസോ നയാറ ഏജൻസിയോ ഇന്ത്യൻ എണ്ണ മന്ത്രാലയമോ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. ഈ നീക്കത്തിന്റെ പൂർണ്ണമായ പ്രത്യാഘാതങ്ങൾ ഒക്ടോബറോടെ മാത്രമേ വ്യക്തമാകൂവെന്ന് വിപണി വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. US താരിഫുകൾക്ക് പുറമെ റഷ്യൻ യൂണിയൻ റഷ്യൻ എണ്ണയുടെ വില പരിധി കർശനമാക്കിയത് ഈ വർഷാവസാനം റഷ്യയുടെ എണ്ണ വിൽപ്പനയെ കൂടുതൽ സങ്കീർണമാക്കും. ഇത് ഇന്ത്യയെ പോലുള്ള ഉപഭോക്താക്കളെ കൂടുതൽ ആകർഷിക്കാൻ റഷ്യയെ പ്രേരിപ്പിക്കും. എണ്ണ ഇറക്കുമതിയിലെ കണക്കുകൾ വോട്ടക്സിയുടെ കണക്കനുസരിച്ച് ഓഗസ്റ്റ് മാസത്തിലെ ആദ്യ 20 ദിവസങ്ങളിൽ ഇന്ത്യ പ്രതിദിനം 1.5 ദശലക്ഷം ബാരൽ റഷ്യൻ ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്തു. ഇത് കഴിഞ്ഞ ജൂലൈയിലെ അളവിന് തുല്യമാണെങ്കിലും ജനുവരി തൊട്ട് ജൂൺ മാസങ്ങളിലെ ശരാശരിയേക്കാൾ അല്പം കുറവാണ്. എന്നിരുന്നാലും ഇന്ത്യ റഷ്യയുടെ ഏറ്റവും വലിയ കടൽ വഴിയുള്ള ക്രൂഡ് ഓയിൽ ഉപഭോക്താവായി തുടരുന്നു. ഈ അളവ് ആഗോള എണ്ണ വിതരണത്തിന്റെ 1.5% വരും. ട്രംപിന്റെ താരിഫ് ഭീഷണി നിലനിൽക്കുന്ന സാഹചര്യത്തിലും ഇന്ത്യയുടെ ഈ നിലപാട് സ്വന്തം സാമ്പത്തിക താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ രാജ്യം പ്രതിജ്ഞാബദ്ധരാണെന്ന് വ്യക്തമാക്കുന്നു. നിലവിലെ സാഹചര്യത്തിൽ ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധം കൂടുതൽ സങ്കീർണമായി കൊണ്ടിരിക്കുകയാണ്. ട്രംപ് ഭരണകൂടത്തിന്റെ താരിഫ് ഭീഷണികൾക്ക് വഴങ്ങാതെ സ്വന്തം സാമ്പത്തിക താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ ഇന്ത്യ മുന്നോട്ട് പോകുന്നത് ഒരു സ്വതന്ത്ര വിദേശ നയത്തിന്റെ സൂചനയാണ്. റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി വർദ്ധിപ്പിക്കാനുള്ള തീരുമാനം US പ്രസിഡന്റ് സമ്മർദ്ദത്തിന് വഴങ്ങാൻ രാജ്യം തയ്യാറല്ലെന്ന് വ്യക്തമാക്കുന്നു. റഷ്യയുടെ എണ്ണ വിപണിയെ നിലനിർത്തുന്നതിൽ ഇന്ത്യ വഹിക്കുന്ന പങ്ക് റഷ്യയുടെ ബജറ്റിനും യുക്രൈനിലെ യുദ്ധത്തിന്റെ തുടർച്ചയ്ക്കും നിർണായകമാണ്. ഇത് ഇന്ത്യക്ക് റഷ്യയുമായുള്ള നയതന്ത്ര ബന്ധത്തിൽ കൂടുതൽ സ്വാധീനം നൽകുന്നുണ്ട്. അതേസമയം ഈ നീക്കം അമേരിക്കയുമായുള്ള ബന്ധം വഷളാക്കുമോ എന്ന ആശങ്ക നിലനിൽക്കുന്നുണ്ട്. ഡൊണാൾഡ് ട്രംപിന്റെ താരിഫ് ഭീഷണികളെ ഇന്ത്യ എങ്ങനെ നേരിടുമെന്നത് വരും ദിവസങ്ങളിൽ കൂടുതൽ വ്യക്തമാകും. ഇന്ത്യയുടെ എണ്ണ ഇറക്കുമതിയിലെ ഈ വർധനവ് ട്രംപ് ഭരണകൂടത്തിന് കൂടുതൽ പ്രകോപനപരമായ നടപടികൾ എടുക്കാൻ കാരണമായേക്കാം. ഇത് ഇന്ത്യക്ക് അമേരിക്കൻ വിപണിയിൽ കൂടുതൽ വെല്ലുവിളികൾ സൃഷ്ടിച്ചേക്കാം. എന്നാൽ റഷ്യൻ എണ്ണ കുറഞ്ഞ വിലയിൽ ലഭ്യമാവുന്ന സാഹചര്യത്തിൽ അത് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് നൽകുന്ന നേട്ടങ്ങൾ പരിഗണിച്ച് ഈ നീക്കം തുടരാനാണ് സാധ്യത. ഈ സാഹചര്യം ഇന്ത്യയുടെ വിദേശ നയത്തിന്റെ കരുത്തും ആഗോള രാഷ്ട്രീയത്തിലെ മാറുന്ന സമവാക്യങ്ങൾ വ്യക്തമാക്കുന്നു. ഇന്ത്യ അമേരിക്ക ബന്ധം ഇനി ഏത് ദിശയിലേക്കാണ് നീങ്ങുന്നതെന്നറിയാൻ ലോകം ഉറ്റുനോക്കുകയാണ്.